ഗാസയിലേക്ക് 20,000-ഓളം സൈനികരെ അയക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം വിവാദത്തിലേക്ക്. നിലവിൽ പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളത് എങ്കിലും അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പാകിസ്ഥാൻ ഇതിന് തയ്യാറായത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പ്രതിഫലമായി പാകിസ്ഥാന് ഒരുപാട് സഹായങ്ങൾ അമേരിക്കയും ഇസ്രായേലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായും സാമ്പത്തിക സഹായം തന്നെയാണ്. പാകിസ്ഥാൻ വൻതോതിലുള്ള കടക്കണിയിലാണ് ഇപ്പോഴുള്ളത്. ലോകബാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് അവർ ആയിരക്കണക്കിന് കോടി ഡോളറാണ് തിരികെ അടയ്ക്കാനുള്ളത്. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇളവ് അനുവദിക്കാനും പിന്നീട് തിരിച്ചടയ്ക്കാൻ സാവകാശം നൽകി, അതായത് തവണ വ്യവസ്ഥയിൽ അടയ്ക്കാനും ഒക്കെ തന്നെ സംവിധാനം ഉണ്ടാക്കാം എന്ന് അമേരിക്ക ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിന് തയ്യാറായത് എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിലെ പല തീവ്രവാദ സംഘടനകളും അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുമൊക്കെ തന്നെ ജൂതവംശജർക്ക് വേണ്ടി മുസ്ലിം സമുദായത്തെ നേരിടാൻ പാകിസ്ഥാനെ അയക്കുന്നു എന്നുള്ള ഒരു ധാരണ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരിത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം കയ്യിൽ 5 പൈസയും ഇല്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത്. കൂടാതെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ തന്നെ പാകിസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ഒരു ചുറ്റുപാടിൽ ഗാസയിലേക്ക് 20,000-ഓളം സൈനികരെ അയക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തോതിലുള്ള നേട്ടം തങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇതിന് തയ്യാറായത് എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിലെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു നീക്കത്തെ ശരിവച്ചിട്ടുണ്ട്. എത്രയും വേഗം പാകിസ്ഥാനിൽ നിന്നുള്ള സൈനികർ ഗാസയിലേക്ക് എത്തും എന്നാണ് പറയപ്പെടുന്നത്.